ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഫീസ് മാജിക് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നട്ടി ബബിൾ കേക്കാണ്. ഈ കേക്ക് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ളൊരു കേക്കാണ്. ഇതിൽ നമ്മൾ കാര്യമായിട്ടുള്ള ഡെക്കറേഷനോ അല്ലെങ്കിൽ നോസിൽ കൊണ്ടുള്ള വർക്കോ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ പെട്ടെന്ന് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള കേക്കാണ്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ പലരും പറയാറുണ്ട് കേക്കിലധികം കളേഴ്സൊന്നും ആഡ് ചെയ്യാത്ത കേക്കിന് റെസിപ്പി ചെയ്യണമെന്ന്. അപ്പോൾ ഈ ഒരു കേക്കിൽ നമ്മൾ യാതൊരുവിധ കളേഴ്സും ആഡ് ചെയ്യുന്നില്ല. പക്ഷേ കേക്ക് നമ്മൾ സിമ്പിൾ ഡെക്കറേഷൻ ആണെങ്കിലും നമുക്ക് കാണാനും നല്ല ഭംഗിയുള്ള കേക്കാണ്. പിന്നെ നമ്മൾ കഴിക്കാനാണെങ്കിലും ഇത് നല്ല നട്ട്സ് കൊണ്ടൊക്കെ റിച്ച് ആയിട്ടുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ കേക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്പോഞ്ചിനുള്ള ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് അരിപ്പയിലേക്ക് ഒരു 3/4 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1/4 ടീസ്പൂൺ സോൾട്ട്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. 2-3 പ്രാവശ്യമൊക്കെ നിർബന്ധമായിട്ടും ഈ രീതിയിൽ അരിച്ചെടുക്കണം. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം അരിച്ചെടുത്തതിന് ശേഷം വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്താലും മതി. നന്നായിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിനെ മിക്സാക്കിയതിന് ശേഷം നമുക്കിതിനെ ഒരു ഭാഗത്ത് മാറ്റി വെക്കാം. ഇനി ഞാൻ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പാലിലേക്ക് നമുക്ക് ബൂസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു കേക്കിൽ നമ്മൾ ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ബൂസ്റ്റ്. അപ്പോൾ ഇതൊരു 2 ടീസ്പൂൺ ബൂസ്റ്റാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചൂടുള്ള പാലാണെങ്കിലാണല്ലോ ബൂസ്റ്റ് പെട്ടെന്ന് നമുക്ക് മിക്സായിട്ട് കിട്ടുക. അപ്പോൾ തരിയൊന്നുമില്ലാതെ ബൂസ്റ്റ് നന്നായിട്ട് മിക്സാക്കിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിന് ചൂടുള്ള പാലിൽ മിക്സാക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷം എല്ലാം വെൽ കമ്പൈൻഡ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ആ സമയം കൊണ്ട് നമുക്കിതിന് ചൂടാറി വരട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കേക്കിനുള്ള എഗ്സ് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതിനായിട്ട് ഡ്രൈ ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 കോഴിമുട്ടയാണ് ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഹാൻഡ് മിക്സർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മളിനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ പൊടിച്ച പഞ്ചസാരയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിക്കാത്ത പഞ്ചസാര എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പൊടിച്ച പഞ്ചസാര ഒരു 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് കുറച്ചായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്കിതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ പഞ്ചസാര പൊടിച്ചത് കുറച്ചായിട്ട് ചേർത്തിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു യെല്ലോ കളറൊക്കെ മാറി വൈറ്റ് കളർ ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ക്രീമി ആൻഡ് ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു റിബൺ ലൈക്ക് കൺസിസ്റ്റൻസി എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബീറ്റ് ചെയ്യുന്നത് നിർത്താം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും ബീറ്റർ ഉപയോഗിച്ച് തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഓയിൽ എല്ലായിടത്തും നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ ബീറ്റ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഒരിക്കലും ഓവർ ബീറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഓവർ ബീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാറ്റർ മുഴുവൻ വീണ്ടും താഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ കേക്ക് നമുക്ക് നന്നായിട്ട് കിട്ടില്ല. ഇനി നമുക്ക് നേരത്തെ നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ഫ്ലോർ മിക്സ് ഉണ്ടല്ലോ, അത് ഈ ബീറ്റ് ചെയ്ത എഗ് മിക്സുമായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എപ്പോഴും ഫ്ലോർ 2-3 ബാച്ചായിട്ട് നമുക്ക് ആഡ് ചെയ്തിട്ട് വളരെ സാവധാനത്തിൽ ഫോൾഡ് ചെയ്തിട്ടാണ് കമ്പൈൻ ചെയ്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബൂസ്റ്റും പാലും ചേർന്നിട്ടുള്ള മിക്സ് ഇതിൻ്റെ ഇടയിലൂടെ മാറി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എപ്പോഴും സ്റ്റാർട്ടിങ്ങിലും അതുപോലെ തന്നെ എൻഡിങ്ങിലും എപ്പോഴും ഫ്ലോർ തന്നെ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഫ്ലോറും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് വളരെ സാവധാനത്തിൽ കമ്പൈൻ ചെയ്ത് കൊടുക്കണം. ഒരിക്കലും അത് ഓവർ മിക്സിങ് ചെയ്യാൻ പാടില്ല. ഓവർ മിക്സിങ് ചെയ്യുമ്പോഴാണ് കേക്കിൻ്റെ ബാറ്റർ താഴ്ന്നു പോയിട്ട് കേക്ക് നമുക്ക് ഹാർഡായിട്ടൊക്കെ കിട്ടുന്നത്. അപ്പോൾ അത് എപ്പോഴും ആ ഒരു ക്രീമി ആയിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ വളരെ സാവധാനത്തിലാണ് കമ്പൈൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അവസാനത്തെ ഫ്ലോറും ഇട്ടതിന് ശേഷം നമുക്ക് ഇതിനെ വീണ്ടും ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാനുള്ളത് വിനീഗറാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. വിനീഗർ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വിനീഗർ ആഡ് ചെയ്തതിന് ശേഷം വളരെ പെട്ടെന്ന് നന്നായിട്ട് ഒന്ന് സാവധാനത്തിൽ മിക്സാക്കിയതിന് ശേഷം നമുക്ക് ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്ന് ബട്ടറൊക്കെ തേച്ചിട്ട് ഫ്ലോർ ഡസ്റ്റ് ചെയ്തതിന് ശേഷം വെച്ചിട്ടുണ്ട്. അതിലേക്ക് അടിയിൽ ബട്ടർ പേപ്പർ കൂടി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ബാറ്റർ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നന്നായിട്ട് കേക്ക് ടിന്ന് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് എയർ ബബിൾസൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം
നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ഒരു സ്ക്രൂവർ ഈ രീതിയിലൊന്ന് മൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സസ് ഉള്ള എയർ ബബിൾസ് ഒക്കെ പോയി കിട്ടും. കൂടാതെ കേക്കിൻ്റെ മുകൾ ഭാഗമൊക്കെ നമുക്ക് നല്ല ഫ്ലാറ്റായിട്ട് കിട്ടും. ഇനി ഇതിനെ ഓൾറെഡി നമ്മൾ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് ഒരു 40 മിനിറ്റ്സ് കൊണ്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് സോക്ക് ചെയ്യാനുള്ള മിൽക്ക് മിക്സ് റെഡിയാക്കി എടുക്കണം. സാധാരണ യൂസ് ചെയ്യുന്ന ഷുഗർ സിറപ്പിന് പകരം ഞാൻ പാലും ബൂസ്റ്റും വെച്ചിട്ടുള്ള ഒരു മിക്സാണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ബൂസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 മുതൽ 3 ടീസ്പൂൺ വരെ ബൂസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ബൂസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നാക്കിയിട്ട് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കണം. കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് കേക്കിനുള്ള ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഡ്രൈ ആയിട്ടുള്ള നല്ല തണുപ്പുള്ള ബൗളിലേക്ക് നല്ല തണുത്ത വിപ്പിംഗ് ക്രീം 1.5 കപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തതിന് ശേഷം ബീറ്റർ ഉപയോഗിച്ച് ഇതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ എപ്പോഴും നല്ല തണുപ്പുള്ള ലിക്വിഡ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലുള്ള ക്രീമാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നല്ല സ്റ്റിഫ് പീക്ക് ആവുന്ന രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ സ്റ്റിഫ് പീക്കായിട്ട് കിട്ടുന്ന സമയത്ത് നമുക്ക് ബീറ്റ് ചെയ്യുന്നത് നിർത്താം. അപ്പോൾ നമുക്ക് ഷുഗർ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അരിച്ചതിന് ശേഷം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് സ്റ്റിഫ് പീക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് ക്രീം ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഐസിങ് ചെയ്യാനും അതേപോലെ തന്നെ ക്രീം കോട്ടിങ്ങിനുള്ള ക്രീമാണ് ഞാൻ വേറെ ബൗളിലേക്ക് മാറ്റുന്നത്. അതിലേക്ക് ഞാൻ ബൂസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂണൊക്കെ ബൂസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് സ്പാച്ചില ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് നമ്മൾ ബീറ്റ് ചെയ്ത ക്രീമിലേക്ക് ഈ രീതിയിൽ ആഡ് ചെയ്തിട്ട് സ്പാച്ചില ഉപയോഗിച്ചിട്ട് തന്നെ കുറച്ചും കൂടി ക്രീം ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ ക്രീം കോട്ടിങ്ങിനും ഐസിങ്ങിനുള്ള ക്രീമിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഐസിങ്ങിലെ കേക്ക് ലെയേഴ്സിൻ്റെ ഇടയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടും പുറത്ത് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള നട്ട്സാണ്. ഇത് ഒരു 1/4 കപ്പ് നട്ട്സ്, കാഷ്യൂ നട്ട്സ് ചോപ്പ് ചെയ്തതുണ്ട്. 1/2 കപ്പ് ആൽമണ്ട്സ്, ബദാം ചോപ്പ് ചെയ്തതാണ്. പിന്നെ 1/4 കപ്പ് ചോക്കോ ചിപ്സും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് 3ഉം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇനി വേണ്ടത് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ്. അതിനായിട്ട് നമ്മൾ ഒരു 1/3 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ഒരു 1 ടേബിൾ സ്പൂൺ ക്രീമും കൂടി ആഡ് ചെയ്തതിന് ശേഷം മൈക്രോവേവ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ടോ മെൽട്ടാക്കി എടുക്കുക. അതിനുശേഷം അതിനെ നമുക്കൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. തണുത്തതിന് ശേഷമാണ് നമ്മൾ കേക്കിൽ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ കേക്ക് ഓൾറെഡി ഒന്ന് ക്ലിംഗ് റാപ്പ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തതാണ്. അതിനെ 3 ഈക്വൽ ലെയേഴ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ടേൺ ടേബിളിൻ്റെ മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിന് മുകളിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി കേക്ക് നന്നായിട്ട് നമുക്ക് നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ബൂസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ആ മിൽക്ക് മിക്സിൽ നന്നായിട്ട് സോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് സോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബൂസ്റ്റ് മിക്സ് ചെയ്തിട്ടുള്ള ക്രീം ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് നമ്മൾ ഐസിങ് ചെയ്യുന്നത്. അപ്പോൾ ക്രീം അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് സ്പ്രെഡാക്കി കൊടുക്കുക. ഇനി വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒരു 2 ടേബിൾ സ്പൂണ് ഒഴിച്ചതിന് ശേഷം ക്രീമിലേക്ക് നന്നായിട്ട് പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് ക്രീമായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള നട്ട്സ്, ആൽമണ്ട്സ് അതൊക്കെ ഉണ്ടല്ലോ, അത് ഈ ഒരു ക്രീമിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ക്രീം അപ്ലൈ ചെയ്ത് സോക്ക് ചെയ്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്ത് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗനാഷ് ക്രീമിലേക്ക് മിക്സ് ആക്കിയതിന് ശേഷം നട്ട്സ് ഇട്ട് കൊടുക്കുക. നട്ട്സും നന്നായിട്ട് തന്നെ സ്പ്രെഡ് ആക്കിയതിന് ശേഷം പിന്നെ ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. ലാസ്റ്റ് ലെയർ വെച്ചതിന് ശേഷം അതൊന്ന് സോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ക്രീം മുകളിലും സൈഡ്സിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ആദ്യം തന്നെ കേക്കിനെ ഒന്ന് ക്രീം കോട്ടിങ് ചെയ്തെടുക്കുക.
അതിനുശേഷം ക്രം കോട്ടിങ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റൊക്കെ ഫ്രീസറിൽ വെച്ചിട്ട് ഇതിനെ ഒന്ന് സെറ്റാവാൻ വേണ്ടി വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും 15 മിനിറ്റിന് ശേഷം പുറത്തെടുത്തിട്ട് ഫൈനൽ ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അപ്പോൾ കേക്കിൻ്റെ സൈഡ്സിലൊക്കെ ക്രീം നല്ല കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനെ സ്ക്രേപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്ക്രേപ്പേഴ്സ് യൂസ് ചെയ്തിട്ടൊക്കെ നമുക്കതിനെ സ്ക്രേപ്പ് ചെയ്തിട്ട് എക്സസ് ആയിട്ടുള്ളതൊക്കെ ഇങ്ങനെ സ്ക്രേപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഫൈനൽ ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രേപ്പേഴ്സ് യൂസ് ചെയ്യാം, പക്ഷേ പാലറ്റ് നൈഫ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് കൂടുതൽ നമുക്ക് കംഫർട്ടബിളായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ഞാൻ പാലറ്റ് നൈഫ് തന്നെയാണ് എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. സ്ക്രേപ്പേഴ്സ് ഇപ്പോൾ അങ്ങനെ യൂസ് ചെയ്യലില്ല. അപ്പോൾ ഫൈനൽ ഫ്രോസ്റ്റിംഗ് കഴിഞ്ഞ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റായതിന് ശേഷം നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ബാക്കിയുള്ളത് പൈപ്പിംഗ് ബാഗിലാക്കിയതിന് ശേഷം അടിഭാഗത്തൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നല്ല തണുപ്പുള്ള കേക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഈ രീതിയിൽ ബബിൾസ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇത് നട്ടി ബബിൾ കേക്കാണല്ലോ, അപ്പോൾ നമ്മൾ കേക്കിൻ്റെ മുകൾ ഭാഗത്ത് ബബിൾസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ എപ്പോഴും വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരിക്കണം. നല്ല ലൂസുള്ള ഗനാഷ് ആണെങ്കിൽ നമ്മൾ ഈ രീതിയിൽ നമുക്ക് ബബിൾസ് നീറ്റായിട്ട് കിട്ടില്ല, അത് ഒലിച്ചൊക്കെ പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല ഒരു തിക്കായിട്ടുള്ള ഒരു ഗനാഷാണ് നമുക്ക് വേണ്ടത്. പിന്നെ കേക്ക് നല്ല തണുപ്പുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഗനാഷ് ബബിൾസ് ഉണ്ടാക്കുന്ന സമയത്ത് വേഗം സെറ്റ് ആയിക്കോളും. അപ്പോൾ ഈ രീതിയിൽ വലുതും ചെറുതൊക്കെ ആയിട്ട് ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് ഈ രീതിയിൽ ബബിൾസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കേക്ക് എപ്പോഴും നല്ല തണുപ്പുണ്ടായിരിക്കുകയും വേണം. അതേപോലെ തന്നെ ഗനാഷ് കുറച്ച് ഒരു തിക്കായിട്ടുള്ള ഗനാഷ് ആയിരിക്കണം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കേക്കിൻ്റെ മുകൾ ഭാഗത്ത് ബബിൾസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ബൂസ്റ്റ് ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ഈ ബബിൾസിൻ്റെ മുകളിലായിട്ട് ബൂസ്റ്റ് സ്പ്രെഡാക്കി കൊടുക്കണം. അപ്പോൾ ചെറിയ അരിപ്പയിലൂടെ വേണം ഈ രീതിയിൽ ബൂസ്റ്റിൻ്റെ പൊടി നമ്മൾ തരിതരിയായിട്ട് അരിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ ബബിൾസിൻ്റെ മുകളിൽ സ്പ്രെഡാവുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ്സിലായിട്ട് നമ്മൾ നട്ട്സ് ചെയ്ത് കൊടുക്കുക. നട്ട്സ് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ എല്ലാ ഭാഗത്തും നല്ല നീറ്റായിട്ട് ചെറിയ ഗ്യാപ്പ് വരുന്ന രീതിയിൽ ഈ 3 ആൽമണ്ട്സും നട്ട്സും ചോക്കോ ചിപ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ കാണാനാണെങ്കിലും നല്ല ഭംഗിയുള്ള കേക്ക് തന്നെയാണ്. അപ്പോൾ നട്ടി ബബിൾ കേക്ക് ഓൾമോസ്റ്റ് എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചതിന് ശേഷം ഒരു 2 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് കേക്ക് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നട്ട്സൊക്കെ ഉള്ള നല്ല റിച്ച് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ രണ്ടും കൂടി കൂട്ടി കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.